എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ പഞ്ഞി പോലത്തെ ആപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ അരി കുതിർത്ത് മരച്ചൊന്നുമല്ല ഉണ്ടാക്കണത്, അരിപ്പൊടിയിലാണ് ഉണ്ടാക്കണത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ എടുത്തത് ഇടിയപ്പപ്പൊടിയാണ്. പുട്ടുപൊടി ഒഴികെ ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ആ ഒരു കൺഫ്യൂഷൻസേ വേണ്ട. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെളുത്ത അവൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വാഷ് ചെയ്ത് എടുത്തതാണ്, എന്നിട്ട് ഈ ഒരു കപ്പിലേക്ക് ആക്കിയെടുത്തതാട്ടോ. അപ്പോൾ വളരെ നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കണത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത ശേഷം ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കറക്റ്റായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ആപ്പത്തിന് അരയ്ക്കണ സമയത്ത് നല്ല തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം ഉണ്ടാവാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു 2.5 കപ്പ് വെള്ളമാണ് എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഓരോ അരിപ്പൊടിയിലും വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വെക്കണം. ഇനി ഇത് നല്ല ചൂടായ സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. സ്റ്റൗവിൻ്റെ പുറത്ത് വെക്കണമായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിത് 1 മണിക്കൂറിന് ശേഷം കേട്ടോ എടുക്കണത്. അപ്പോൾ ഈ ഒരു ആപ്പം ഉണ്ടാക്കാനായിട്ട് മിനിമം 30 മിനിറ്റ് മുതൽ എത്ര സമയം വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം വെക്കണോ അത്രയും നമ്മുടെ ആപ്പമാവ് നന്നായിട്ട് പൊങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് പഞ്ഞി പോലത്തെ ആപ്പം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു തവിയും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കുക. എല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ആദ്യമായിട്ട് ചെയ്യണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ഈ പറയണത്. കണ്ടില്ലേ, നല്ല സ്പോട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നന്നായിട്ട് പൊങ്ങി മാവ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിതാ എടുക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് നന്നായിട്ട് അരികൊക്കെ മൊരിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പം നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു ആപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കപ്പി കാച്ചിയത് ഒന്നും ചെയ്യാതെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയ ആപ്പമാണ്. അതെൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള ആപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് കാണുക. അപ്പോൾ ഈസ്റ്റ് കയ്യിലില്ലല്ലോ, ആപ്പം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ആ ഒരു റെസിപ്പി കണ്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പം കിട്ടും. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പം കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണ ഒരു ആപ്പം അല്ലേ. അപ്പോൾ പെട്ടെന്ന് ആപ്പം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു ആപ്പമാണ്. അപ്പോൾ അരി കുതിർക്കാനിട്ടില്ലല്ലോ, മറന്നുപോയി, അതുപോലെ അരയ്ക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ വേണ്ട. ഈ ഒരു ആപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ആപ്പം ഞാൻ വറുത്തരച്ച മുട്ടക്കറിയുടെ കൂടെയാണ് ഇന്ന് സെർവ് ചെയ്യണേ കേട്ടോ. അപ്പോൾ വറുത്തരച്ച മുട്ടക്കറിയാണ് നമ്മുടെ അടുത്ത റെസിപ്പി. അപ്പോൾ അത് മറക്കാതെ എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.